നടവഴിയിലൂടൊരു തീർത്ഥാടനം, ജനമനസ്സിലൂടൊരു പുണ്യോദയം. നാട്ടുകഥകളിൽ വരവർണ്ണങ്ങളിൽ ആചാരപ്പെരുമക്കഥ പറയാ. ദേശാടനം 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 ദേശാടനം. ദേശാടനത്തിൻ്റെ പുതിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കോലത്തിരിയുടെയും ഡച്ചുകാരുടെയും ഇക്കേരി നായ്ക്കരുടെയും മറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ നാട്ടുരാജാക്കന്മാരുടെയും നാട്ടുപ്രമാണിമാരുടെയും ഇഷ്ട കേന്ദ്രവും അവരുടെ വിഹാര കേന്ദ്രവുമായിരുന്നു ചെറുവത്തൂരിനടുത്തുള്ള വീരമലക്കുന്ന്. വീരമലക്കുന്നിന് പറയാൻ കഥകൾ അനവധി. ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വീരമലക്കുന്നിൻ്റെ കഥകൾ കാണാം, കേൾക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീരമലക്കുന്ന് ഇക്കേരി നായ്ക്കന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ പലയിടത്തും കളരികൾ നടത്തി വന്നതായി ചരിത്രത്തിൽ സൂചനകളുണ്ട്. യുദ്ധത്തിനും നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി കാക്കുന്നതിനും വെട്ടിപ്പിടിക്കുന്നതിനും യോദ്ധാക്കളെ തീറ്റിപ്പോറ്റേണ്ടത് രാജാക്കന്മാർക്ക് പണ്ടേ അറിവുണ്ടായിരുന്ന കാര്യമാണ്. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്തത് നീണ്ടു പരന്നു കിടക്കുന്ന കോവലുകളെയോ പാറപ്രദേശമോ ആയിരുന്നു. ചെറുവത്തൂരിൻ്റെ നാട്ടുചരിത്രത്തിൽ ഇങ്ങനെ സ്ഥാനം പിടിച്ച ഒരു കുന്നാണ് വീരമലക്കുന്ന്. ഈ കുന്നിൽ ചരിത്രാവശിഷ്ടങ്ങൾ ഇന്നും തെളിഞ്ഞു കാണാം. പഴയ കാലത്ത് കോട്ട ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ ഇന്നും ഈ കുന്നിൽ കാണാം. ഒട്ടേറെ പോരാട്ടങ്ങളും രക്തച്ചൊരിച്ചിലുകളും പോർവിളികളും നടന്ന കുന്ന്, അതാണ് വീരമലക്കുന്ന്. ബ്രിട്ടീഷുകാരുടെ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ച് കടൽ മാർഗം കടത്താൻ ഉപയോഗിച്ച ഇടത്താവളം. പിന്നീട് കാലങ്ങൾ മാറിയപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രം എന്ന നിലയിൽ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി നിർമ്മിച്ച ദുരിതാശ്വാസ കേന്ദ്രം ദുരിതക്കാഴ്ചയായി ഈ കുന്നിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. ജനലും കട്ട്ളയും എല്ലാം ഏതോ വിദഗ്ധന്മാർ അടിച്ചുമാറ്റി കൊണ്ടുപോയിരിക്കുന്നു. ചെങ്കല്ലിൽ കെട്ടിയ ഈ കെട്ടിടം കാലത്തിന്റെ മുന്നിൽ ഒരു അസ്ഥികൂടം പോലെ സാമൂഹ്യദ്രോഹികളുടെ താവളമായി ഇവിടെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് നിൽക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ വീരമലക്കുന്നിലും രാമഞ്ചിറയിലും ടൂറിസം പദ്ധതി വരാൻ പോകുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ ഏറെയായി. 2012 ബജറ്റിൽ ശുപാർശ ഉണ്ടായിരുന്നിട്ടും ഇതുവരെ നടക്കാതെ പോയതിൻ്റെ കാരണമന്വേഷിച്ച് ചെന്നാൽ കാണാം ചുവപ്പ് നാടക്കകത്ത് ചിതല് പിടിച്ചതോ അല്ലെങ്കിൽ വൈറസ് പിടിച്ചതോ ആയ ലക്ഷണങ്ങൾ. ഇനി എന്നാണിത് പൊടിതട്ടിയെടുത്ത് ഈ പദ്ധതി പൂർത്തിയാകുക എന്നുള്ളത് നാട്ടുകാരുടെ സംശയമാണ്. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന അതിവിശാലമായ ഈ കുന്നിൻപുറം അധികാരികൾ വിചാരിച്ചാൽ ചെറുവത്തൂരിൻ്റെ വികസന കുതിപ്പിൻ്റെ കവാടമായി മാറും. പക്ഷേ വിചാരിച്ചത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടാവണം. ഏതായാലും വീരമലക്കുന്നിൻ്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാധവൻ മണിയറയുടെ ഇടപെടലുകളും പരിശ്രമങ്ങളും ഫലം കാണുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. സ്ഥലം MLAയും ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എവിടെയോ എന്തോ കാരണത്താൽ എവിടെയോ അത് കുടുങ്ങിക്കിടക്കുകയാണ്. തേജസ്വിനി പുഴയുടെ കൊതിപ്പിക്കുന്ന സൗന്ദര്യം ആവോളം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പ്രത്യേകിച്ചും വടക്കേ മലബാറിൽ വീരമലക്കുന്ന്.
ആ വീരമലക്കുന്നിൻ്റെ ഈ അടുത്ത കാലത്തായി കേരള സർക്കാരും നമ്മുടെ പ്രിയപ്പെട്ട MLAയും രാജഗോപാലൻ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഘട്ടത്തിലേക്ക് അതിൻ്റെ വികസന കാഴ്ചപ്പാടും അതിൻ്റെ DPR ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയും ആ പ്രകൃതിയുടെ സമ്പന്നതയും എല്ലാം ഒത്തുചേരുന്ന ഒരു മഴവിൽ ഗ്രാമമായിട്ടാണ് ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ വീരമലക്കുന്നിൻ്റെ സ്ഥാനം വരാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ചരിത്രത്തെ തന്നെ നമ്മളൊക്കെ പഠിച്ചതാണ്, വായിച്ചതാണ്. 18-ാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ 1761 അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ട ഡച്ചുകാർ നിർമ്മിച്ച കോട്ട ബ്രിട്ടീഷുകാർ അവരുടെ പിടിച്ചടക്കലിൻ്റെ ഭാഗമായിട്ട് ആ കോട്ടയുടെ എല്ലാ അവശിഷ്ടങ്ങളും തകർക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് കാണപ്പെട്ടതെങ്കിൽ അന്ന് പ്രതിരോധത്തിൻ്റെയും അധികാരത്തിൻ്റെയും കോട്ടയായിട്ടാണ് അന്ന് ഡച്ചുകാർ നിർമ്മിച്ചിട്ട് ആ വീരമല കോട്ട സ്ഥിതി ചെയ്യുന്നിട്ടുള്ളത്. അപ്പം ഭൂപ്രകൃതിയിൽ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേജസ്വിനിയുടെ അരികിൽ നിൽക്കുന്ന ദേശീയപാതയിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ അരികത്തായി നിൽക്കുന്ന ആ വീരമലക്കുന്ന് നമ്മുടെ സ്വദേശീയരെയും വിദേശീയരെയും ആകർഷിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ചെറുവത്തൂർ വീരമലക്കുന്നിൽ ഇപ്പോൾ അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന ടൂറിസത്തിൻ്റെ ഏതാണ്ട് DPR ഒക്കെ തയ്യാറായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവിടെ പരിഗണനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അവിടെ പരിസ്ഥിതി പൈതൃക സംരക്ഷണത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതിന് വേണ്ടി ടൂറിസം പദ്ധതി ഒരുക്കാൻ വേണ്ടി പോകുന്നത്. ടൂറിസം, വനം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഉന്നതതല സംഘം ഈ പദ്ധതി പ്രദേശം ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ നമ്മുടെ ടൂറിസം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചുകൊണ്ട് അതിന് DPRും അനുബന്ധമായിട്ടുള്ള പ്രോജക്റ്റും തയ്യാറാക്കുന്നതിന് വേണ്ടി DTPC ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 80 കോടി രൂപയുടെ ഒരു ടൂറിസം പദ്ധതിയാണ് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും പ്രാദേശിക പരിഗണന, അതോടൊപ്പം ജൈവ വൈവിധ്യ സംരക്ഷണം ഇതൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് വനം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും കയ്യിലുള്ള ഭൂമി അതിൻ്റെ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ, മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് യോഗം നടന്നു. വനം വകുപ്പിൻ്റെ പത്മിനി മൊഹന്തി ആ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റവന്യൂ വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട കളക്ടർ, മുൻ കളക്ടറായിരുന്നിട്ടുള്ള ജീവൻ ബാബു KIAS, ഇപ്പോഴത്തെ കളക്ടറായിട്ടുള്ള സജിത് ബാബു IAS, ഇവരൊക്കെ വലിയ താല്പര്യമെടുത്തുകൊണ്ട് തന്നെയാണ് MLAയുടെ അടക്ക സാന്നിധ്യത്തിൽ ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നടന്നപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ സർവേ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ഒരു സപ്ത ഭാഷാ ഗാലറി, അതുപോലെ തന്നെ തെയ്യം ഗാലറി, മ്യൂസിയം, കുട്ടികൾക്കും വളരെ മുതിർന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക്, പിന്നെ നമുക്കറിയാം വീരമലയുടെ അതുപോലെ തന്നെ തേജസ്വിനിയുടെ അരികു ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് രാമഞ്ചിറ. അവിടെ ഒരു വലിയ പക്ഷി സങ്കേതത്തിൻ്റെ ഒരു കലവറ തന്നെയുണ്ട്. അപ്പം ആ അർത്ഥത്തിലൊരു പക്ഷി സങ്കേതം, പിന്നെ ബട്ടർഫ്ലൈ പാർക്ക്, പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഗാലറി, പിന്നെ അതുപോലെ തന്നെ ചിത്രകലയുടെ ഒരു പാർക്ക്, കൽമണ്ഡപം, റെയിൻബോ ബസാറ്, വാച്ച് ടവർ, ഇതൊക്കെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം മലബാറിലേക്ക് വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി, സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ, വളരെ കാതലായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഈ പദ്ധതിക്ക് പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ പക്ഷേ നമ്മുടെ ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൽ തന്നെ ഒരു വലിയ സ്ഥാനം പിടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒരു വലിയ ചിറകായി നിൽക്കുന്നത് നമുക്കറിയാം, ചെറുവത്തൂർക്കാരനായിട്ടുള്ള കാനായി കുഞ്ഞിരാമൻ. ആ കാനായി കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരുപക്ഷെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആ വീരമല കുന്നിൽ ഒരു വലിയ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം
ഭരണകൂടത്തിനും ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനെയും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി DPR തയ്യാറായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതും കൂടെ വരുമ്പം വലിയ ആകർഷകമായിട്ടൊരു പ്രതിമ കൂടി ആ വീരമലക്കുന്നിൽ സ്ഥാപിച്ചാൽ അതും കൂടി ഒരു വലിയ ഒരു ആളുകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയും. വീരമലക്കുന്നിൽ ചെറു ഗുഹകളും നന്നങ്ങാടികളും കോട്ടകളും എല്ലാം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. യുദ്ധങ്ങൾ നടത്തുവാനും യോദ്ധാക്കൾ പരിശീലനം നടത്തിയതും ഈ മലയിൽ വെച്ചായിരുന്നു അത്രേ. ബ്രിട്ടീഷുകാരുടെ വരവോടെ ഇവിടെ നാണ്യവിളകൾ സംരക്ഷിക്കാനുള്ള ഒരിടമായി അവർ കണ്ടെത്തി. ഈ മലക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഈ കുന്നിന് ഒട്ടേറെ കഥകൾ ഇതുപോലെ പറയാനുണ്ടാകും. വളരെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് വീരമലക്കുന്ന്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശാധിപത്യ കാലത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന എല്ലാ വിദേശ ശക്തികളും ഇവിടെ അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കയറി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുരാജാക്കന്മാർ അവരുടെ പടയാളികളെ പരിശീലനം നടത്തുന്നതിനും മറ്റും വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നതെങ്കിൽ വിദേശ ശക്തികൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് അവരുടെ സുഗന്ധദ്രവ്യങ്ങൾ, മലകളിൽ നിന്നും ശേഖരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ പുഴയിലൂടെ, തേജസ്വിനി പുഴയിലൂടെ കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ ശേഖരിക്കുകയും ഇവിടെ നിന്ന് വിദേശത്ത് കടത്തുവാനുള്ള ഒരു പ്രത്യേക കേന്ദ്രമാക്കി മാറ്റിയിരുന്നു ഒരു കാലത്ത് ഈ സ്ഥലം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇതൊരു പുരാവസ്തു ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിക്കേണ്ട കേന്ദ്രം വന്നിട്ട് ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പഴയ കുറേ കെട്ടിടങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രം എന്ന നിലയിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ അതിൻ്റെ ജനലോ വാതിലോ ഒന്നുമില്ലാതെ കൊണ്ട് ആരോ സാമൂഹ്യദ്രോഹികൾ അടിച്ചു മാറ്റിക്കൊണ്ട് ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്ത് വന്നാലും ഇത് സംരക്ഷിക്കപ്പെടണം. അതിനെ നാട്ടുകാരും അതുപോലെ തന്നെ സർക്കാരും മുന്നോട്ടെടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും വേഗം ഈ ചരിത്രമുറങ്ങുന്ന വീരമലക്കുന്നിനെ പുതിയ ചരിത്രം എഴുതാൻ വേണ്ടി അവരുടെ ഇടപെടലുകൾ പൂർവ്വസ്ഥിതിയിൽ എത്തുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രിയാകുമ്പോഴായിരുന്നു ഇങ്ങനെയുള്ളൊരു പ്രപ്പോസൽ വന്നിട്ടുള്ളത്. അപ്പം അന്ന് കോടിയേരി മന്ത്രിയാവുന്ന കാലത്ത് ആ പദ്ധതി പ്രദേശം സന്ദർശിച്ചിരുന്നു. പിന്നീട് ഇത് ഈ ടൂറിസം പദ്ധതിക്ക് ഈ സ്ഥലം ഏറ്റെടുക്കാമെന്നുള്ള ഉറപ്പ് നൽകി. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനകത്ത് ഒരു ടോക്കൺ എമൗണ്ട് വെച്ചിരുന്നെങ്കിൽ പോലും ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ ഗവൺമെൻറ്റാണ് വലിയ താല്പര്യമെടുത്തുകൊണ്ട് മന്ത്രിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായിട്ടുള്ള DPR തയ്യാറാക്കി, സർവേ റിപ്പോർട്ട് പൂർത്തിയാക്കി. ഒരു വലിയ ഘട്ടത്തിലേക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പദ്ധതിയിൽ പരിസ്ഥിതിക്ക് ഒരു കോട്ടവും സംരക്ഷിക്കാതെ, പ്രത്യേകിച്ചും വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥലം നിലയിൽ കൂടി അവിടെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് VSS വനം സംരക്ഷണ സമിതിയും കൂടെ രൂപീകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. മറ്റൊന്ന്, ആ കുന്നിന്മേൽ ഏതാണ്ട് 80 ഏക്കറോളം ഭൂമിയുണ്ട്. അതിൽ 50 ഏക്കറോളം വരുന്നത് വനം വകുപ്പിൻ്റെ കീഴിൽ, കുറച്ച് ഭൂമി റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ, ഒരു 10-15 ഏക്കർ സ്വകാര്യ വ്യക്തികളുടെയും കയ്യിലുണ്ട്. ഇതൊക്കെ സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേജസ്വിനി പുഴ ദേശീയപാതയിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ മാത്രം ദൂരം, റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൂരം. അങ്ങനെ ആയാൽ വലിയ ഒരു കളിക്കളം വീരമലക്കുന്നിൽ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. കുട്ടികൾക്കുള്ള ഉല്ലാസ കേന്ദ്രം അവിടെ ഏർപ്പെടുത്താൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം, നിരീശ്വരം മുനിസിപ്പാലിറ്റി, ചാത്തമത്ത് മല, ചെറുവത്തൂർ പഞ്ചായത്തിനകത്തെ വീരമല, കുറുകെ പോകുന്ന തേജസ്വിനി. ആ തേജസ്വിനിയുടെ ചരിത്രം നമുക്കറിയാലോ. ഗതകാല സ്മരണകൾ ഉറമ്പുന്ന ഒട്ടേറെ ചരിത്ര പോരാട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ റോപ്പ് വേ, ആ തേജസ്വിനിക്ക് ഇതാക്കുന്ന റോപ്പ് വേ ആകർഷിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ബോട്ട് സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, മീൻപിടുത്തത്തിൻ്റെയും നല്ലൊരു കേന്ദ്രമാണ്. മൂട്ടോളിയുടെ ആ ഇരുവശങ്ങളിലും കച്ചായി പോലുള്ള ഇരുമീൻ പോലുള്ള മീനുകൾ ഇപ്പോഴും ധാരാളം കിട്ടുന്നതാണ്. അപ്പം വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുന്ന രീതിയിലേക്കും ആ ടൂറിസ്റ്റ് കേന്ദ്രം നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ആ കുന്നിൻ മുകളിലൊരു കാഴ്ച
തേജസ്വിനിയുടെ സമീപ പ്രദേശമായതുകൊണ്ട് തന്നെ രണ്ട് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ചും അസ്തമയമൊക്കെ കാണാൻ വേണ്ടി പോകുന്നുള്ള നല്ല ഒരു കാഴ്ച അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അവിടെ 2 വെള്ളപ്പൊക്ക ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ എത്രയോ വർഷം മുമ്പേ നിർമ്മിച്ചതാണ്. പക്ഷെ അതൊക്കെ ഇന്ന് പൂർണ്ണമായിട്ട് സാമൂഹ്യ വിരുദ്ധർ കൈയടക്കി അതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ സ്ഥാനത്ത് ഒരു നല്ല ഷെൽട്ടർ നമുക്ക് പണിയാൻ വേണ്ടി കഴിയും. ആ അർത്ഥത്തിൽ ഒരു സമഗ്ര മാസ്റ്റർ പ്ലാൻ ഈ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കാൻ വേണ്ടി കഴിയും. ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അതിൽ പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ സമഗ്രമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മഴവിൽ ഗ്രാമം, ആ മഴവിൽ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ചരിത്ര ഗാലറി, സപ്തഭാഷാ ഗാലറി, കരകൗശല ആല, കലാമണ്ഡലം, കുടിലുകൾ, സൗരോർജ്ജ പദ്ധതികൾ, ഇതെല്ലാം ആ മഴവിൽ ഗ്രാമത്തിന് മാറ്റുകൂട്ടുന്ന രീതിയിലേക്കുള്ള ഒരു അതിവിപുലമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വടക്കൻ മലബാറിലെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മുടെ വീരമലക്കുന്ന് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന സർക്കാർ ഈ കാലപരിധിക്കുള്ളിൽ തന്നെ അത് ഏറ്റെടുത്ത് നടത്തുമെന്നാണ് ഒരു ജനപ്രതിനിധിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. രാമവർമ്മൻ എന്ന രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയെടുത്തതാണത്രേ രാമഞ്ചിറ. രാമഞ്ചിറയും വീരമലക്കുന്നും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതിക്ക് ഇനിയും ചിറകുമുളക്കും എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. അത് അടുത്ത കാലം തന്നെ സഫലമാകും എന്ന് നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം എന്ന വാക്കിൽ ഒതുക്കുന്നില്ല. അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ പിന്തുണയും പിൻബലവും ഉണ്ടാകുമെന്ന് കൂടി ഇത്തരുണത്തിൽ പറയുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീരമലക്കുന്നിനെ ചുറ്റി ഒഴുകിപ്പോകുന്ന രാമഞ്ചിറപ്പുഴ, പുഴക്ക് കുറുകെ കൃഷിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്ത് നിർമ്മിച്ച അണക്കെട്ട്. ഈ പുഴയുടെ തീരം ഒട്ടേറെ ദേശാടന പക്ഷികൾ വരികയും ഇവിടെ പ്രജനനം നടത്തുകയും ചെയ്യുന്നതായി പക്ഷി നിരീക്ഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീരമലക്കുന്നും ഈ കുന്നിനെ ചുറ്റി ഒഴുകിപ്പോകുന്ന രാമഞ്ചിറ പുഴയും ചേർത്തുകൊണ്ട് ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഏറ്റവും അടുത്ത് തന്നെ പ്രാവർത്തികമാകും എന്ന് നമുക്ക് ആഗ്രഹിക്കാം.